ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ജി എസ് ടി എന്ന് പറയുന്ന പോർഷൻ, അതായത് നമ്മുടെ തേർഡ് മോഡ്യൂളിൽ ജി എസ് ടി എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ്. ജി എസ് ടിയുടെ ബേസിക് ഇൻട്രഡക്ഷൻ തിയറീസാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ബേസിസിൽ നിന്നാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെക്ഷൻ 2 ഓഫ് ദ ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് ഡീൽസ് വിത്ത് ഡെഫിനിഷൻ. അതായത് സെക്ഷൻ 2, ഇപ്പോൾ നമ്മൾ ഏതൊരു നിയമം ഇന്ത്യയിൽ നമ്മൾ നിയമങ്ങൾ എടുത്താൽ അതിലൊക്കെ തന്നെ ഇപ്പോൾ ഇൻകം ടാക്സ് ആണെങ്കിലും ഇപ്പോൾ ജി എസ് ടി ആണെങ്കിലും മറ്റ് എല്ലാ നിയമങ്ങളാണെങ്കിലും സെക്ഷൻ 2 എപ്പോഴും ഉണ്ടാവുക എന്ന് വെച്ചാൽ എല്ലാ ബേസിക് ഡെഫിനിഷൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ജി എസ് ടിയെ സംബന്ധിച്ച് ബേസിക് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 2 109 ഡെഫിനിഷൻസ് അതിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏജൻറ്റ് എന്താണെന്നുള്ളതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുക, വാട്ട് യു മീൻ ബൈ എൻ ഏജൻറ്റ്, ഹൂ ഇസ് എൻ ഏജൻറ്റ്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ കാണുന്ന ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കുക. ഏജൻറ്റ് മീൻസ് എ പേഴ്സൺ ഇൻക്ലൂഡിങ് എ ഫാക്ടർ. ഏജൻറ്റിന് ഒരു ഫാക്ടറിങ് സർവീസ് അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയും. ഏജൻസി സർവീസിന് ഫാക്ടറിങ് സർവീസ് എന്ന് പറയും. ബ്രോക്കറേജ് ബ്രോക്കർ സർവീസ് എന്ന് പറയും. കമ്മീഷൻ ഏജൻറ്റ്സ് എന്ന് പറയും. അർഹാറ്റിയ എന്ന് പറയും. ഡെൽ ക്രെഡേർ ഏജൻറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഓപ്ഷണർ എന്ന് പറയും. മെർക്കൻഡൈൽ ഏജൻറ്റ് എന്ന് പറയും. ബൈ വാട്ട് എവർ നെയിം കോൾഡ് ഹു ക്യാരീസ് ഓൺ ദ ബിസിനസ് ഓർ ഓഫ് സപ്ലൈ ഓർ റെസീറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ബോത്ത് ഓൺ ബിഹാഫ് ഓഫ് അനദർ. ഈ ഓൺ ബിഹാഫ് ഓഫ് അനദർ എന്നുള്ള പോയിന്റ് എന്താണ് ഉത്തരത്തിൽ വരണം എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ബിസിനസ് നടത്തുക, സപ്ലൈ ചെയ്യുക, ഗുഡ്സ് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ സർവീസ് വാങ്ങുക, സർവീസ് കൊടുക്കുക, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അയാളെ ബ്രോക്കർ എന്ന് പറയും, ഫാക്ടർ എന്ന് പറയും, കമ്മീഷൻ ഏജൻറ്റ് എന്ന് പറയും, അർഹേറ്റിയ അല്ലെങ്കിൽ ഡെൽ ക്രെഡേർ ഏജൻറ്റ് എന്ന് പറയും. അങ്ങനെ കുറച്ച് ഇതാണ്. ഇത് 1-2-3 പേര് പഠിച്ചു വെക്കുക. ഹു ക്യാരീസ് ബിസിനസ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നാണ് ഓൺ ബിഹാഫ് ഓഫ് ഓർ ഓൺ ബിഹാഫ് ഓഫ് അനദർ. അത് എഴുതുക. അതാണ് ഏജൻറ്റ് എന്ന് വെച്ചാൽ. പിന്നെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണെന്ന് ചോദിക്കും. വാട്ട് യു മീൻ ബൈ ആൻ അഗ്രിഗേറ്റ് ടേൺ ഓവർ? So aggregate turnover means the aggregate value of all taxable supplies excluding the value of inward supply on which tax is payable by a person on reverse charge. Exempt supplies, അത് നമ്മൾ സപ്ലൈ ചെയ്യുക, നമ്മൾ വിൽക്കുന്ന സാധനങ്ങളുടെ ഒരു മൊത്തം തുകേനെയാണ് അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയാം. അതിലെന്താണ് വാല്യൂ ഓഫ് ഇൻവേർഡ് സപ്ലൈ വരുന്നുണ്ട്, ടാക്സ് വരുന്നുണ്ട്, ചിലപ്പോൾ എക്സംപ്റ്റഡ് സപ്ലൈ കുറയ്ക്കുമായിരുന്നു, എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് വരും, അതിൽ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് വരും. ഓക്കെ, അപ്പോൾ അതുവരെ ഒന്ന് നോക്കി വെക്കുക. ഈ ഒരു ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി ആരാണ് ഒരു അഗ്രികൾച്ചറലിസ്റ്റ്? ഈ പറഞ്ഞ ജി എസ് ടി ആക്ട് പ്രകാരം അഗ്രികൾച്ചറലിസ്റ്റിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്. അഗ്രികൾച്ചറലിസ്റ്റ് മീൻസ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഹു അണ്ടർടേക്സ്. അപ്പോൾ ഇൻഡിവിജ്വലിലോ ഹിന്ദു അൺഡിവൈഡ് ഫാമിലിക്കോ അഗ്രികൾച്ചറലിസ്റ്റ് ആവാം. അണ്ടർടേക്സ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്, ലാൻഡിൽ എന്താണ് കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. ബൈ ഓൺ ലേബർ, സ്വന്തമായിട്ട് പണിയെടുക്കുക, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി, അല്ലെങ്കിൽ സെർവൻസിനെ വെച്ചിട്ട് വേജസ് കൊടുത്ത് ചെയ്താലും അഗ്രികൾച്ചറലിസ്റ്റ് ആണ്. ഇനി അടുത്തതാണ് ബിസിനസ്സിൻ്റെ ഡെഫിനിഷനാണ്. എന്താണ് ബിസിനസ്? ബിസിനസ് ഇൻക്ലൂഡ് എനി ട്രേഡ്, കോമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ, വൊക്കേഷൻ. വൊക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഒരു വൊക്കേഷൻ്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. പ്രൊഫഷനെക്കാട്ടും കൂടുതൽ ഇറ്റ്സ് എ വൊക്കേഷൻ. അല്ലെങ്കിൽ നമ്മളൊരു സ്കിൽഡ് ലേബേഴ്സിനാണ് വൊക്കേഷൻ എന്ന് പറയാം. നമ്മളിപ്പോൾ പറയുന്നത് ഒരു ടി വി മെക്കാനിക്ക്, ഇറ്റ്സ് എ വൊക്കേഷണൽ ജോബ്. വൊക്കേഷൻ അല്ലേ? അല്ല, VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നാണ്. നമ്മൾ എന്തെങ്കിലും സ്കില്ല് പഠിപ്പിക്കല്ലേ ചെയ്യുക പോളിടെക്നിക്കിലൊക്കെ. അപ്പോൾ വൊക്കേഷൻ മീൻസ് സ്കിൽഡ് ലേബറാണ്. പ്രൊഫഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതും സ്കിൽ തന്നെയാണ്. നമ്മളിപ്പോൾ വക്കീൽ, CA, ടീച്ചിങ്, ഇതൊക്കെ പ്രൊഫഷനാണ്. പിന്നെ മാനുഫാക്ചർ എന്താണ്, ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. പിന്നെ കോമേഴ്സ്, വേജ് ഓർ എനി അതർ സിമിലർ ആക്ടിവിറ്റി, അതൊക്കെ എന്താണ് ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ ഇൻ കണക്ഷൻ വിത്ത് ഇൻസിഡൻ്റൽ ഓർ ആക്സിലറി ടു പോയിന്റ് 1, ഇതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ ആക്ടിവിറ്റി. പിന്നെ ഇനി ആക്ടിവിറ്റി ഓർ ട്രാൻസാക്ഷൻ നേച്ചർ ടു പോയിന്റ് 1. അപ്പോൾ ഈ ഫസ്റ്റ് പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ബിസിനസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ. പിന്നെ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സ് മീൻസ് ദ വാല്യൂ ഓഫ് വിച്ച് ഈസ് ക്യാപിറ്റലൈസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് പേഴ്സൺ ക്ലെയിമിംഗ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതായത് നമ്മൾ ഈ പറയുന്ന ഫിക്സഡ് അസറ്റിൻ്റെ ഭാഗത്തേക്ക് എഴുതുന്ന ബുക്സിൽ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് എടുത്താൽ അതിൻ്റെ ഫിക്സഡ് അസറ്റിലേക്ക് എഴുതുന്ന എല്ലാ ഗുഡ്സും എന്താണ് ക്യാപിറ്റൽ ഗുഡ്സാണ്. ഒരു ഫർണിച്ചർ കട എല്ലാത്തൊരാൾ വാങ്ങുമ്പോൾ അത് ഫിക്സഡ് അസറ്റിൽ എഴുതുക, ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഫർണിച്ചർ കടക്കാരനാണെങ്കിൽ അത് ഗുഡ്സിൻ്റെ പേരിൽ എഴുതുക, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ടിൽ എഴുതുക. അപ്പോൾ അത്തരം നമ്മൾ ദീർഘകാലത്തേക്ക് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാന്നുള്ളതാണ്. പിന്നെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആരാണ്? Casual taxable person means a person who occasionally undertakes
ട്രാൻസാക്ഷൻസ് ഇൻവോൾവിങ് സപ്ലൈ ഓഫ് ഗുഡ്സ്. എപ്പോഴെങ്കിലും ഒക്കേഷണലി എന്താണ് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ആളാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ ബോത്ത് ഇൻ കണക്ഷൻ ഓഫ് ഓർ ഫർദറൻസ് ഓഫ് ബിസിനസ് ആണ്, വേർ ആസ് എ പ്രിൻസിപ്പൽ ഓർ ഏജൻറ്റ് ഓർ എനി അതർ കപ്പാസിറ്റി. അപ്പോൾ ബിസിനസ് വരെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ എന്താണ് കോമ്പോസിറ്റ് സപ്ലൈ? കോമ്പോസിറ്റ് സപ്ലൈ മീൻസ് എ സപ്ലൈ മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ടു എ റെസിപ്ഷ്യൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 or more ടാക്സബിൾ ഗുഡ്സ്. ഒന്നിലധികം ഗുഡ്സ് ഉണ്ട്. അതിൽ ചിലപ്പോൾ എന്താണ് ഫുഡ് ഐറ്റംസ് വരാം, ചിലപ്പോൾ ഫർണിച്ചർ, അങ്ങനെ പല ടാക്സ് നിരക്കുകളുള്ള ഗുഡ്സ് ഒരുമിച്ച് സപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുക. ഒരു കോമ്പിനേഷൻ ഉണ്ടാവില്ല. അതായത് നമുക്കറിയാം, അപ്പോൾ ഫുഡ് ഐറ്റംസിന് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾക്ക് ടാക്സ് ഉണ്ടാവില്ല. ചില പാക്ഡ് ഫുഡ്സിന് 5% ടാക്സ് ഉണ്ട്, ലക്ഷറി ഐറ്റംസിന് 18% ഉണ്ട്, ചിലതിന് 28%. എല്ലാം കൂടി ചേർത്ത് നമ്മളെന്താണ് ഒരു സപ്ലൈ തരത്തി, അതിൻ്റെ പേരാണത് കോമ്പോസിറ്റ് സപ്ലൈ. അപ്പോൾ ഒരു കോമൺ ടാക്സിൽ വരും സാധനം. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നാണ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് മീൻസ് സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ഓർ അഗ്രീഡ് ടു ബി പ്രൊവൈഡഡ് കണ്ടിന്യൂസ്ലി ഓൺ എ റിക്കറൻറ്റ് ബേസിസ് അണ്ടർ എ കോൺട്രാക്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കൊല്ലത്തേക്ക് നമുക്ക് എന്താണ് ഈ ഇപ്പോൾ കോൺട്രാക്ടറാണ് നമ്മളെങ്കിൽ എന്താണ് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് തരാണ്, സിമെൻറ്റ് ഒരു ഏജൻസി തരാം എന്നൊരു കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണെന്ത്, ഒരു കൊല്ലത്തേക്ക് തരാണെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ അണ്ടർ എ കോൺട്രാക്ട് വരെ മാർക്ക് ചെയ്ത് വെക്കുക. അടുത്തതാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസസ് മീൻസ് എ സപ്ലൈ ഓഫ് സർവീസസ് വിച്ച് ഇസ് പ്രൊവൈഡഡ് ഓർ അഗ്രീഡ് ടു ബി പ്രൊവൈഡഡ് കണ്ടിന്യൂസ്ലി ഓൺ എ റിക്കറൻറ്റ് ബേസിസ് അണ്ടർ എ കോൺട്രാക്ട്. സർവീസ് നേരത്തെ തന്ന മാതിരി അണ്ടർ എ കോൺട്രാക്ട് മാർക്ക് ചെയ്ത് വെക്കുക. നേരത്തെ ഗുഡ്സ് ആണെങ്കിൽ ഇവിടെ സർവീസ് വന്നു എന്നുള്ളതാണ്. പിന്നെ ഇലക്ട്രോണിക് കോമേഴ്സ് അല്ലെങ്കിൽ ഇ കോമേഴ്സ് എന്താണ്, ഈ സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസും ഡിജിറ്റൽ പ്രൊഡക്റ്റുകളായിട്ട് കൊടുക്കുക. ഡിജിറ്റലി നമ്മൾ തന്നെ ഇപ്പോൾ ചെയ്യുന്ന ഒരു ഇ കോമേഴ്സ് ആണ് അല്ലേ. നമ്മുടെ ഒരു സ്ഥാപനം എന്താണ് ഇപ്പോൾ സ്റ്റഡി ബോർഡ് ചെയ്യുന്നത് ഒരു കൈൻഡ് ഓഫ് നമ്മുടെ സർവീസ് എന്താണ് ഇലക്ട്രോണിക്കലിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇ കോമേഴ്സ് ആണ്. അത് ഈ പറയുന്ന എന്താണ് ഇലക്ട്രോണിക് ഓപ്പറേറ്റർ, ഈ ഒരു കോമേഴ്സ് ഓപ്പറേറ്റർ വരെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ്? എക്സംപ്റ്റഡ് സപ്ലൈ മീൻസ് സപ്ലൈ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് വിച്ച് അട്രാക്ട്സ് നിൽ റേറ്റ് ഓഫ് ടാക്സ്. ഒരു ടാക്സും നിരക്കും ഇല്ലാത്ത ഈ നിൽ റേറ്റ് ഓഫ് ടാക്സ് വരെ മതിയേ, അതുവരെ മാർക്ക് ചെയ്താൽ മതി. എക്സംപ്റ്റഡ് സപ്ലൈ എന്താണെന്ന് വെച്ചാൽ ഒരു ടാക്സ് നിരക്ക് വരാത്ത സപ്ലൈനാണ് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയാം. ഇനി ഗുഡ്സ് എന്താണ്? ഗുഡ്സ് റെഫേഴ്സ് ടു ഓൾ മൂവബിൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് ആക്ഷനബിൾ ക്ലെയിം, ഗ്രോയിങ് ക്രോപ്പ്, ഗ്രാസ് ആൻഡ് തിങ്സ് അറ്റാച്ച്ഡ് ടു ദ ലാൻഡ് ദാറ്റ് ആർ അഗ്രീഡ് ടു ബി സെർവ്ഡ് ബിഫോർ ദ സപ്ലൈ ഓർ അണ്ടർ കോൺട്രാക്ട് ഓഫ് സപ്ലൈ. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഈ ക്രോപ്പ് ആവാം, ഗ്രാസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മൂവബിൾ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി, അതിനാണ് ഗുഡ്സ് എന്ന് പറയാം. ഇനി അടുത്തതാണ് ഇൻപുട്ട് ടാക്സ്. ഇൻപുട്ട് ടാക്സ് എന്താണ്? ഇൻപുട്ട് ടാക്സ് മീൻസ് the central tax, state tax, integrated tax or union territory tax charged on any supply of goods or both made to a registered person include. ഈ ടാക്സ് ഒക്കെ ഒരാൾക്ക് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയാം. IGST ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിന് വരും. പിന്നെ എന്താണ് ടാക്സ് പേയബിൾ അണ്ടർ സബ്സെക്ഷൻ 3(4) ഓഫ് IGST ആക്ട്. അപ്പോൾ ഇതുവരെ നോക്കിയാൽ മതി. ഈ ഒരു പോയിന്റുകൾ നോക്കണ്ട, ഇൻക്ലൂഡ്സ് വേണ്ട, ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ വരെ മാർക്ക് ചെയ്യുക. ഇൻപുട്ട് ടാക്സ് മീൻസ് സെൻട്രൽ ടാക്സ്, state tax, integrated tax or union territory tax charged on any supply of goods or services or both made to a registered. ഇതൊക്കെ എന്താണ് ഒരാൾക്ക് ചാർജ് ചെയ്യണം, അതിൻ്റെ പേരാണ് ഇൻപുട്ട് ടാക്സ് എന്ന് വെച്ചാൽ. ഇനി ജോബ് വർക്ക് എന്താണ്? ജോബ് വർക്ക് മീൻസ് എനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് അണ്ടർടേക്കൻ by a person on goods belonging to another registered person and expression job worker shall be construed accordingly. അപ്പോൾ അതിൽ ജോബ് വർക്ക് എന്താണ്? ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് അണ്ടർടേക്കൻ ബൈ എ പേഴ്സൺ ആണ്. ഒരു ജോലി ഏറ്റെടുക്കുക, അണ്ടർടേക്ക് ചെയ്യുക ഒരാൾ. ഓൺ ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ രജിസ്റ്റർ, മറ്റൊരാൾക്ക് വേണ്ടി നമ്മളൊരു ഗുഡ്സ് ഉണ്ടാക്കാനൊക്കെ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. അപ്പോൾ അതിൻ്റെ പേരാണ് ജോബ് വർക്ക്. അപ്പോൾ ഇതിൽ ജോബ് വർക്കർ എന്നാണ് ഇത് ഏറ്റെടുക്കുന്ന ആളെ പറയാന്നുള്ളതാണ്. പിന്നെ ലൊക്കേഷൻ ഓഫ് റെസിപ്ഷ്യൻ്റ് ഓഫ് സർവീസ് ആണ്. അപ്പോൾ ലൊക്കേഷൻ ഓഫ് റെസിപ്ഷ്യൻ്റ് ഓഫ് സർവീസ് മീൻസ് വെർ സപ്ലൈ ഈസ് റിസീവ്ഡ് അറ്റ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഫോർ വിച്ച് ദ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. ദ ലൊക്കേഷൻ ഓഫ് സച്ച് പ്ലേസ് ഓഫ് ബിസിനസ്. നമ്മളൊരു സർവീസ് കൊടുക്കുന്നൊരു ബിസിനസ് ആണെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫീസ് എവിടെ രജിസ്റ്റർ ചെയ്തത്, അതിനാണ് ലൊക്കേഷൻ ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് മിക്സഡ് സപ്ലൈ എന്താ നോക്കാം. സോ മിക്സഡ് സപ്ലൈ മീൻസ് 2 or more individual supplies of goods or services or any combination of thereof made in conjunction with each other by a taxable person for a single price, where such supply does not constitute as a composite supply. നമ്മൾ നേരത്തെ കോമ്പോസിറ്റ് സപ്ലൈ കണ്ടു. കോമ്പോസിറ്റ് സപ്ലൈ അല്ലാതെ
ഒന്നിലധികം എന്താണ് ഇൻഡിവിജ്വൽ സപ്ലൈസ് അത് കമ്പൈൻ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ 5% ടാക്സ് നിരക്കുള്ളൊരു സാധനം ഉണ്ടാവാം ഈ മിക്സഡ് സപ്ലൈയിൽ. അതൊരു ടാക്സബിൾ പേഴ്സൺ ആണ് ചെയ്യുക. 5%, 5% എന്നാണ് ടാക്സ് വരുന്നത് ഉണ്ടാവുക. അതിൻ്റെ കൂടെ 18% ഉണ്ടാവുക, അതിൻ്റെ കൂടെ 28% ഉണ്ടാവുക. എല്ലാം കൂടി ചേർത്തിട്ട് ഇതിനെല്ലാത്തിനും ഒരു സിംഗിൾ പ്രൈസ് ഈടാക്കിയിട്ട് ഒരു ടാക്സബിൾ പേഴ്സൺ സപ്ലൈ ചെയ്യുന്നതിൻ്റെ പേരാണെന്ത്, മിക്സഡ് സപ്ലൈ എന്ന് വെച്ചാൽ. അത് നോക്കി വെക്കുക. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ എന്നാണ്. നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ മീൻസ് എനി പേഴ്സൺ ഹു ഒക്കേഷണലി അണ്ടർടേക്സ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് supply of goods or service or both, whether principal or agent or in capacity, who is not has no fixed place of business or residence in India. ഇന്ത്യയിൽ താമസിക്കാത്ത ഒരാൾ ഇവിടെ വന്നിട്ട് ഇതാണ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആയിട്ട് പറഞ്ഞത്. ഇനി പ്രിൻസിപ്പൽ സപ്ലൈ എന്നാണ്. പ്രിൻസിപ്പൽ സപ്ലൈ മീൻസ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രീഡോമിനൻറ്റ് എലമെൻറ്റ് ഓഫ് എ കോമ്പോസിറ്റ് സപ്ലൈ. ഇനി നമുക്ക് പ്രിൻസിപ്പൽ സപ്ലൈ നോക്കാം. Principal supply means the supply of goods or service which constitute predominant element of a composite supply and to which any other supply forming part of that composite supply is ancillary. അതായത് അത് ആദ്യമേ ഒരു കോമ്പോസിറ്റ് സപ്ലൈൻ്റെ ഒരു സ്വഭാവമുള്ള പ്രീഡോമിനൻ്റ് എലമെൻറ്റ് ഓഫ് എ കോമ്പോസിറ്റ് സപ്ലൈൻ്റെ ഒരു എലമെൻ്റ് ഉള്ള സപ്ലൈകളെയാണ് പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയാം. അപ്പോൾ അതിന് പ്രിൻസിപ്പൽ സപ്ലൈ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക ടാക്സ് നിരക്ക് വരും എന്നുള്ളതാണ്. പിന്നെ റെസിപ്ഷ്യൻ്റ് എന്താണ്? Recipient of supply of goods or service or both means where a consideration is payable for the supply of goods or service or both, the person who is liable to pay that consideration. അതായത് ഗുഡ്സും സർവീസും വാങ്ങിയിട്ട് അതിന് പൈസ കൊടുക്കാനുള്ള ആളെയാണ് റെസിപ്ഷ്യൻ്റ് എന്ന് പറയാം. ഓക്കെ, ഈ ഫസ്റ്റ് പോയിന്റ് മാത്രം ഒന്ന് നോക്കി വെക്കാം. പിന്നെ സർവീസ് എന്താണ്? സർവീസ് മീൻസ് എനിത്തിങ് അതർ ദാൻ ഗുഡ്സ്, മണി ആൻഡ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ബോത്ത് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു യൂസ് മണി or its conversion by cash or any other mode. സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സോ പൈസയോ സെക്യൂരിറ്റീസോ, അതായത് ഷെയറോ ഡിബഞ്ചറോ ഒന്നും അല്ലാത്തൊരു സംഗതിയാണ് നമ്മളൊരു സേവനം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അതർ മോഡ് വരെ നോക്കി വെക്കാം. സപ്ലയർ എന്നാണ്. സപ്ലയർ ഇൻ റിലേഷൻ ടു ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൽ മീൻ the person supplying the said goods or services or both and shall include an agent acting on behalf of such supplier. ആ ഗുഡ്സ് സർവീസ് സപ്ലൈ ചെയ്യുന്ന ആളെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് എന്താണ് ഈ ഒരു ഫുള്ള് 3 ലൈനും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ലോഫുൾ ആയിട്ടുള്ള ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഷാൽ മീൻ ദ പേഴ്സൺ സപ്ലൈയിങ് ദ സെഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ബോത്ത് ഷാൽ ഇൻക്ലൂഡ് ആൻ ഏജൻറ്റ് ആക്ടിങ്. ഏജൻറ്റും ആവും സപ്ലയർ. പിന്നെ വൗച്ചർ എന്നാണ്. വൗച്ചർ മീൻസ് എൻ ഇൻസ്ട്രുമെൻറ്റ് വെയർ ദർ ഇസ് എൻ ഒബ്ലിഗേഷൻ ടു ആക്സെപ്റ്റ് ഇറ്റ് ആസ് എ കൺസിഡറേഷൻ ഓർ പാർട്ട് ഓഫ് കൺസിഡറേഷൻ ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത്. ഗുഡ്സോ സർവീസോ അല്ലെങ്കിൽ രണ്ടും കൊടുക്കുന്ന നേരത്തെ നമ്മൾ വാങ്ങുന്ന ഒരു കൺസിഡറേഷൻ പോലത്തെ സാധനം തന്നെയാണ് വൗച്ചർ. ബില്ല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വർക്ക്സ് കോൺട്രാക്റ്റ്. വർക്ക്സ് കോൺട്രാക്റ്റ് മീൻസ് എ കോൺട്രാക്ട് ഫോർ ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ, ഫാബ്രിക്കേഷൻ, കംപ്ലീഷൻ, എറക്ഷൻ, ഇൻസ്റ്റലേഷൻ, ഫിറ്റിംഗ് ഔട്ട്, ഇംപ്രൂവ്മെൻറ്റ്, മോഡിഫിക്കേഷൻ, റിപ്പയർ, മെയിൻ്റനൻസ്, റിനോവേഷൻ, ഓൾട്രേഷൻ ഓർ കമ്മീഷനിങ്. നമ്മൾ മെയിനായിട്ട് ഈ കൺസ്ട്രക്ഷനോ അതിൻ്റെ മോഡിഫിക്കേഷനോ അല്ല ഫാബ്രിക്കേഷനോ കംപ്ലീഷനോ എറക്ഷനോ അപ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന വർക്കുകളെയാണ് വർക്ക്സ് കോൺട്രാക്റ്റ് എന്ന് പറയാം. പിന്നെ സീറോ റേറ്റഡ് സപ്ലൈ എന്നാണ്. സെക്ഷൻ 16 IGST ആക്ടിലാണ് സീറോ റേറ്റഡ് സപ്ലൈയെ കുറിച്ച് പറയുന്നത്. മീൻസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഇൻക്ലൂഡിങ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ ഓർ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഡെവലപ്പർ. സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കോ അല്ലെങ്കിൽ എക്സ്പോർട്ടോ ചെയ്യുമ്പോൾ വരുന്നതിനാണ് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയാം. അധികം ടാക്സ് അതിന് വരില്ല. എക്സ്പോർട്ടിന് അധികം ടാക്സ് വരില്ല. സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള ഐറ്റംസ് അധികം എക്സ്പോർട്ട് ചെയ്യാം. പിന്നെ GST ലെജിസ്ലേഷൻസ് എന്തൊക്കെയാണുള്ളത്? ഒന്ന് CGST ആക്ട് ഉണ്ട്, UTGST ആക്ട് ഉണ്ട്, IGST ആക്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ SGST ആക്ട് വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, അതിലേക്കൊന്നും അധികം പോകണ്ട. സെൻട്രൽ GST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, CGST എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ അണ്ടർ CGST is a tax levied by on intra state supply. 2 സ്റ്റേറ്റുകൾ തമ്മിൽ സപ്ലൈ വരുമ്പോഴാണ് CGST അത് എഫക്റ്റീവ് ആവുക. അപ്പോഴാണ് സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് പിരിക്കുക. പിന്നെ സ്റ്റേറ്റിനുള്ളിൽ പിരിക്കും. അപ്പോൾ എന്താണ് അത് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് വീതിച്ചെടുക്കുക ചെയ്യുക. പിന്നെ സ്റ്റേറ്റ് GST ആണ് എന്ത് സ്റ്റേറ്റ്. അപ്പോൾ SGST അത് ഈ ഒരു പോയിന്റ് വരെ മാർക്ക് ചെയ്യാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് ആണ്. അത് എന്താണ് ഇൻ്റർസ്റ്റേറ്റ് തന്നെയാണ്. ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈക്കാണ് IGST വരിക. അത് സെൻട്രൽ ഗവൺമെൻറ് മാത്രം എടുത്ത് പിന്നെ അവർ വീതിച്ചു കൊടുക്കുക ചെയ്യാം.
പിന്നെ നീഡ് ടു സ്പ്ലിറ്റ്, എന്തിനാണ് ഈ SGST, CGST, IGST. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് CGST ഈ ഒരു ലൈന് മാത്രം പഠിച്ചു വെക്കുക. ഇതും എന്താണ് ഈ ഒരു ലൈന് വരെ, ഈ ഒരു പോയിന്റ് വരെ പഠിച്ചു വെക്കുക. ഇതും ഈ ഒരു പോയിന്റ് വരെ, ഇത് മൂന്നും ചോദിക്കുകയാണെങ്കിൽ അത് എഴുതുക എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് SGST, CGST, IGST ആയിട്ട് തിരിച്ചിരിക്കുന്നത്? ഇന്ത്യ ഒരു ഫെഡറൽ കൺട്രിയാണ്. കാര്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റുകളുണ്ട്. So, central and states have been assigned the powers to levy and collect tax. Both the government have distinct responsibility to perform as per the constitution, for which they need to raise tax revenue. അപ്പോൾ രണ്ട് ഗവൺമെൻറ്റുകൾക്കും എന്താണ് പിരിക്കണം. അതുകൊണ്ടാണ് ഈ SGST, CGST, IGST ഒക്കെ നിലവിൽ വന്നത്. അതുകൊണ്ട് വൺ ടാക്സ് വൺ നേഷൻ എന്നുള്ളതാണ്. അപ്പോൾ GST കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് GST കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു മോഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വരുന്ന യൂണിറ്റുകൾക്ക് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.